നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ശില്പ. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. പഠനം കഴിഞ്ഞ് ജോലി ചെയ്യാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കേണ്ടെന്ന് നിയുക്ത CIS മേധാവി. സുഹൃത്തുക്കളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ബിബിൻ മൈക്കിൾ സമൂഹത്തിന്റെ തീരാ ദുഃഖമായി. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം ഭക്തിപൂർവ്വം നടന്നു. മുപ്പത്തഞ്ചാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെന്റ് ഡാലസ് സ്ട്രൈക്കേഴ്സ് വിജയികൾ. നിഷ്കളങ്കതയുടെ മുഖമുദ്രയായി ഇന്നസെന്റ് ടൈറ്റിൽ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. മലയാള സിനിമയിലെ തന്നെ ചരിത്ര വിജയമായി മാറിയ ഫാമിലി ത്രില്ലർ ചിത്രം തുടരും. അറൌണ്ട് ദ വേൾഡിൽ വാർത്തകൾ വിശദമായി. പഠനം കഴിഞ്ഞ് ജോലി ചെയ്യാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കേണ്ടെന്ന് നിയുക്ത CIS മേധാവി. വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനം കഴിഞ്ഞ് ജോലി ചെയ്യാം എന്ന വ്യവസ്ഥ എടുത്തു കളയണം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡയറക്ടറായി പ്രസിഡന്റ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത ജോസഫ് എഡ്ലോ സെനറ്റ് പാനലിന് മുൻപാകെയാണ് ഈ അഭിപ്രായം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ഈ പ്രസ്താവന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തി. സുഹൃത്തുക്കളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ട ബിബിൻ മൈക്കിൾ സമൂഹത്തിന്റെ തീരാ ദുഃഖമായി. ന്യൂജേഴ്സിയിൽ വെൽത്ത് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബിബിൻ മൈക്കിളും സുഹൃത്തുക്കളും പെൻസിൽവേനിയയിലെ പൊക്കനോസിൽ മെമ്മോറിയൽ വീക്കെൻഡ് പ്രമാണിച്ച് വിനോദയാത്ര പോയതാണ്. ഉച്ചയോടെ സമീപത്തെ സ്വകാര്യ തടാകമായ ലേക്ക് കാതറിനിൽ രണ്ടുപേർ കയാക്കിങ്ങിന് പോയി. ഇടയ്ക്ക് വെച്ച് അവരുടെ കയാക്ക് മറഞ്ഞു. അത് കണ്ട് കരയ്ക്ക് നിന്ന് ബിബിൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതിരുന്ന ബിബിന്റെ മൃതദേഹം പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് കരയ്ക്കെടുത്തത്. സുഹൃത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് ബൈബിൾ പറയുന്നു. സ്വന്തം ജീവനെ നോക്കാതെയാണ് സുഹൃത്തുക്കൾ അപകടത്തിലാണെന്ന് കണ്ട് ബിബിൻ വെള്ളത്തിലേക്ക് ചാടിയത്. ആലപ്പുഴ സ്വദേശിയാണ് ബിബിൻ. പാറ്റേഴ്സൺ സെന്റ് ജോർജ് സീറോ മലബാർ ഇടവകാംഗമാണ്. ഭാര്യ ബ്ലസ്സി, 3 മക്കളുണ്ട്. നോർവുഡിലുള്ള മെഡോ കോട്ടിലാണ് താമസം. ആലപ്പുഴ തത്തമ്പള്ളി തുണ്ടിപ്പറമ്പിൽ പാപ്പച്ചന്റെ മകനാണ് മരിച്ചുപോയ ബിബിൻ. AAA വെൽത്ത് ബിൽഡേഴ്സ് LLCയുടെ സഹസ്ഥാപകനാണ്. ഇനി കുവൈറ്റിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ശുദ്ധമായ കുവൈറ്റി രക്തമില്ലാത്ത 37,000 പേരുടെ പൗരത്വം കുവൈറ്റ് എടുത്തു കളഞ്ഞു. കുവൈറ്റിൽ ഏതാണ്ട് 37,000 പേരുടെ പൗരത്വം എടുത്തു കളഞ്ഞതായി റിപ്പോർട്ട്. ഭൂരിഭാഗവും സ്ത്രീകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. എണ്ണ കൊണ്ട് സമ്പന്നമായ അറബ് രാഷ്ട്രത്തിൽ കുവൈറ്റി പൗരന്മാരുമായി രക്തബന്ധം ഉള്ളവർക്ക് മാത്രമായി പൗരത്വം ഒതുക്കി നിർത്താനുള്ള നീക്കമാണിതെന്ന് കരുതപ്പെടുന്നു. 2023 അധികാരത്തിൽ വന്നതു മുതൽ എമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ സബ പാർലമെന്റ് പിരിച്ചുവിട്ടും ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മരവിപ്പിച്ചും കൊണ്ടുവന്ന പരിഷ്കരണങ്ങളും രാജകുടുംബത്തിന്റെ അധികാരം ഭദ്രമാക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. കുവൈറ്റ് പൗരന്മാരുമായി രക്തബന്ധമുള്ളവരെ മാത്രം പൗരന്മാരായി കണക്കാക്കുക എന്ന സമീപനം വന്നപ്പോഴാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് കുവൈറ്റികളെ വിവാഹം കഴിച്ചവർക്ക് പൗരത്വം നഷ്ടമായത്. അതുകൊണ്ടാണ് പൗരത്വം നഷ്ടമായ 37,000 പേരിൽ 26,000 പേർ സ്ത്രീകളായത്. മറ്റൊരു രാജ്യത്ത് പൗരത്വമുള്ളവർക്കും ഇനി കുവൈറ്റിൽ അത് ലഭിക്കില്ല. പരിശുദ്ധമായ കുവൈറ്റി രക്തമുള്ളവർക്ക് മാത്രമാണ് ഇനി പൗരത്വമെന്ന് എമീർ പറഞ്ഞിരുന്നു. പൗരത്വമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നിരിക്കെ ഇതോടെ വോട്ടർമാരുടെ എണ്ണം കുറയുകയും പാർലമെന്റിന്റെ മേൽ രാജകുടുംബത്തിന് കൂടുതൽ നിയന്ത്രണം കൈവരുകയും ചെയ്യും. മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ പാർലമെന്റിന് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന രാജ്യമാണ് കുവൈറ്റ്. പൗരത്വം റദ്ദായവരുടെ എണ്ണം അറിയുന്നതിൽ കൂടുതലുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. രാജ്യവും പൗരത്വവും ഇല്ലാത്ത 1,00,000 പേർ സ്വാതന്ത്ര്യം ലഭിച്ച 1961 മുതൽ കുവൈറ്റിലുണ്ട്. ചിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം ഭക്തിപൂർവ്വം നടന്നു.
ചിക്കാഗോയിലെ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ പൊതുവായ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണം മെയ് 25 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിച്ച തിരുകർമ്മങ്ങളാണ് ഭക്ത്യാദരപൂർവ്വം നടന്നത്. കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ച തിരുകർമ്മങ്ങളിൽ ജ്ഞാനായ റീജിയണൽ ഡയറക്ടർ മോൺസിഞ്ഞോർ തോമസ് മുളവനാൽ, വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര, കൈപ്പുഴ ഫൊറോന വികാരി ഫാദർ സാബു മാലിത്തുരുത്തേൽ, ഫാദർ ബോബൻ വട്ടംപുറത്ത്, ഫാദർ ബേബി വെള്ളാപ്പള്ളി, ഫാദർ ജോസ് ആദോപ്പള്ളിൽ, ഫാദർ ബിൻസ് ചീത്തലിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. 30 കുട്ടികളാണ് 1 വർഷത്തോളം നീണ്ടുനിന്ന ഒരുക്കങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ ആഘോഷപൂർവമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ പങ്കെടുത്തത്. സജി പുത്രക്കയിൽ, മനീഷ് കൈമൂലയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിശ്വാസ പരിശീലന സ്കൂളിലെ അധ്യാപകരുടെ കഠിന പ്രയത്നത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായാണ് 1 വർഷത്തോളം നീണ്ടുനിന്ന ഈ പരിശീലനത്തിനൊടുവിൽ ദിവ്യകാരുണ്യ സ്വീകരണം ആഘോഷപൂർവ്വം നടത്തുവാൻ സാധിച്ചത്. പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് 6 മണി മുതൽ നൈൽസിലെ വൈറ്റ് ഈഗിൾ ബാങ്ക്വറ്റ് ഹാളിൽ വെച്ച് മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണവും കലാപരിപാടികളും ആഘോഷത്തിന് വർണ്ണപ്രഭ ചാർത്തി. പള്ളി സെക്രട്ടറി സിസ്റ്റർ ഷാലോം, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ട്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സണ്ണി മേലേടം, വിശ്വാസ പരിശീലന സ്കൂൾ അധ്യാപകർ ജിനു പുന്നശ്ശേരിയിൽ, ടിനു പറഞ്ഞാട്ട് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവാസി ചാനൽ eMalayali.com അറൌണ്ട് ദ വേൾഡിൽ ഒരിടവേള. We will be right back after a short break. Welcome back to Around the World. 35ാമത് ജിമ്മി ജോർജ് മെമ്മോറിയൽ ടൂർണമെന്റ്, ഡാലസ് സ്ട്രൈക്കേഴ്സ് വിജയികൾ. ഇന്ത്യൻ വോളിബോൾ ചരിത്രത്തിലെ ഇതിഹാസമായിരുന്ന യശശരീരനായ ജിമ്മി ജോർജിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അമേരിക്കയിലെ കായിക പ്രേമികളുടെ സംഘടനയായ കേരള വോളിബോൾ ലീഗ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 35 വർഷമായി നടത്തിവന്ന ജിമ്മി ജോർജ് മെമ്മോറിയൽ സൂപ്പർ ട്രോഫി വോളിബോൾ ടൂർണമെന്റ് മെയ് 24-25 തീയതികളിൽ ഹ്യൂസ്റ്റൺ സമീപമുള്ള ആൽവിൻ സിറ്റിയിലെ അപ്സൈറ്റ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്നു. തിങ്ങി നിറഞ്ഞ ആവേശഭരിതരായ കാണികളുടെ സാന്നിധ്യത്തിൽ നടന്ന ടൂർണമെന്റിൽ ഡാലസ് സ്ട്രൈക്കേഴ്സ് 4ാമത്തെ തവണ വിജയകിരീടം ചൂടി. ജോസ് കുന്നത്ത് പ്രസിഡന്റും ബിനോയ് ജോർജ് സെക്രട്ടറിയും തോമസ് ജോർജ് ട്രഷററുമായ ഹ്യൂസ്റ്റൺ ചാലഞ്ചേഴ്സ് ക്ലബ്ബാണ് ഈ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കുന്നത്. ജോജി ജോസിനോടൊപ്പം വിനോദ് ജോസഫ്, ബോസ് കുര്യൻ എന്നിവർ ജനറൽ കോർഡിനേറ്റേഴ്സായും നേതൃത്വം നൽകുന്ന 15ഓളം കമ്മിറ്റികളും ഈ ടൂർണമെന്റ് നടത്തിപ്പിനായി അക്ഷീണം പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 12ഓളം ടീമുകളാണ് ഇത്തവണ ഈ സൂപ്പർ ട്രോഫി കരസ്ഥമാക്കാൻ കളത്തിലിറങ്ങിയത്. മത്സരങ്ങൾ കാണുന്നതിനായും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വൻ ജനാവലി ഹ്യൂസ്റ്റണിൽ എത്തിയിരുന്നു. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ സീറോ മലബാർ രൂപതയായ ചിക്കാഗോ രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂജേഴ്സിയിലെ സോമർസെറ്റ് ഇടവകയിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസും അതിനോടനുബന്ധിച്ച് നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും വിശ്വാസികൾക്ക് നവ്യമായ അനുഭവമായി. ചിക്കാഗോ രൂപതയിൽ ആദ്യമായാണ് തെരുവ് വീഥികളിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്നത്. ദിവ്യകാരുണ്യം പ്രതിഷ്ഠിച്ച പ്രത്യേക പേടകം രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ 12 വൈദികർ ചേർന്ന് വഹിച്ചു. സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ചിക്കാഗോ രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത്, രൂപതയിലെ വിവിധ ഇടവകകളിലെ വികാരിമാർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസിനികൾ, അൾത്താര ശുശ്രൂഷികൾ, ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ, കുരിശുകളും മുത്തുകുടകളും വഹിച്ച വിവിധ ഇടവക പ്രതിനിധികൾ തുടങ്ങിയവർ ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ടുള്ള പേടകത്തെ അനുഗമിച്ചു. പേടകം കടന്നുപോയ ഇരുവശത്തുമായി 4000ഓളം വരുന്ന വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം നിലകൊണ്ടു.
ഫ്രാങ്ക്ലിൻ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണം സോമർസെറ്റ് സെന്റ് തോമസ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ തട്ടിൽ പിതാവിന്റെ ദിവ്യകാരുണ്യ ആശീർവാദത്തോടെ സമാപിച്ചു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ, മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ, സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. തുടരും ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാള സിനിമയിലെ തന്നെ ചരിത്ര വിജയമായി മാറിയ ഫാമിലി ത്രില്ലർ ചിത്രം തുടരും ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. KR സുനിൽ രചിച്ച ഈ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. രജപുത്ര വിഷ്വൽസ് മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് ഈ ഫാമിലി ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു, മണിയംപിള്ള രാജു, ഇർഷാദ്, സംഗീത് പ്രതാപ്, നന്ദു, അബിൻ ബിനോ, ആശാ ചാന്ദിനി ബൈജു, ശോഭി തിലകൻ, ഭാരതി രാജ, ശ്രീജിത്ത് രവി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബെൻസ് എന്നറിയപ്പെടുന്ന ടാക്സി ഡ്രൈവർ ഷൺമുഖം കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാണ്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അംബാസഡർ കാറുമായി ഒരു അസാധാരണ സംഭവത്തിൽ അദ്ദേഹം കുരുങ്ങുന്നു. ആ കുരുക്കിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടും എന്നതാണ് കഥയുടെ പ്രമേയം. ആവേശം നിറച്ച നിമിഷങ്ങളിലൂടെ തുടരും പ്രേക്ഷകരെ തുടക്കം മുതൽ അവസാനം വരെ മുൾമുനയിൽ ഇരുത്തുന്ന ഒരു ഗംഭീര ദൃശ്യാനുഭവമായി മാറുന്നു. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാജ് യൂസഫും ഷഫീഖ് വിബിയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ ത്രില്ലർ ഡ്രാമയുടെ സംഗീതം ജെയ്ക്സ് ബിജോയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ 5 ഭാഷകളിലാണ് തുടരും സ്ട്രീം ചെയ്യുന്നത്.
ഇതിനോടൊപ്പം തന്നെ മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തൂത്തുവാരിയാണ് തുടരും എന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ വീണ്ടും കോവിഡ് വ്യാപനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജില്ലകളിൽ പരിശോധനാ സംവിധാനങ്ങളും ആവശ്യമായ മരുന്നുകളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആകെ കോവിഡ് ആക്റ്റീവ് കേസുകൾ 727 കൂടുതൽ കേസുകൾ ഉള്ളത് കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN വകഭേദമായ LF7 കേരളത്തിലും കണ്ടെത്തിയത്. കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി സ്റ്റേറ്റ് തല RRT യോഗം വിളിച്ചു ചേർക്കുകയും മുൻകരുതലുകൾ സ്വീകരിക്കുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. ജില്ലകളുടെ യോഗവും വിളിച്ച് സംസ്ഥാനത്തിന്റെ പൊതുസ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കേരളത്തിൽ മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രവാസി ചാനൽ eMalayali.com അറൌണ്ട് ദ വേൾഡിൽ ഒരിടവേള. We will be right back after a short break. Welcome back to Around the World. ലോസ് ആഞ്ചലസ് ക്രിക്കറ്റ് ടൂർണമെന്റ് കേരള വനിതകൾ റണ്ണറപ്പ്. ഇതം പ്രഥമമായി കാലിഫോർണിയയിൽ നടന്ന വനിതകളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ കേരള ടീം റണ്ണറപ്പായി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഫൈനൽ മത്സരത്തിൽ കർണാടകയാണ് ട്രോഫി നേടിയത്. കഴിഞ്ഞ 2 ആഴ്ചയായി ലോസ് ഏഞ്ചൽസിൽ നടന്നുവരുന്ന 7ാമത് ക്രിക്കറ്റ് ടൂർണമെന്റിനോടനുബന്ധിച്ച് നടന്ന സൗഹൃദ മത്സരത്തിലാണ് കർണാടക വനിതകൾ ജേതാക്കളായത്. പരിമിത ഓവറുകളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ കേരള ടീം കർണാടകയെ ബാറ്റ് ചെയ്യാൻ അയച്ചു. കേരള സൂപ്പർ സ്ട്രൈക്കേഴ്സ് എന്ന പേരിൽ രേണു സുജിത്തിന്റെ നേതൃത്വത്തിൽ ക്രീസിൽ ഇറങ്ങിയ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ N മഞ്ജുഷയായിരുന്നു. 10 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി 57 റൺ നേടി. ഓറഞ്ച് കൗണ്ടി ചാമ്പ്യൻസിന്റെ പേരിൽ കളത്തിലിറങ്ങിയ കർണാടക വനിതകൾ പ്രഥമ EAK വിമൻസ് ട്രോഫി കരസ്ഥമാക്കി. ക്യാപ്റ്റൻ ഭവാനി നായിക്, വൈസ് ക്യാപ്റ്റൻ ചാന്ദിനി ദർശൻ, മാനേജർ ഉമ ഹുക്കേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കർണാടക ടീം. മഹേഷ് സുകുമാരനായിരുന്നു കേരളത്തിന്റെ പരിശീലകൻ. നേരത്തെ നടന്ന കുട്ടികളുടെ ടൂർണമെന്റിൽ കർണാടക ടീമായ OC റൈസിംഗ് സ്റ്റാറിനെ തോൽപ്പിച്ച് കേരള നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായി. എല്ലാ ഓവറുകളും കളിച്ച് 43 റൺ നേടിയ കർണാടകയെ 1 ഓവർ ബാക്കി നിൽക്കെ 44 റൺ നേടിയാണ് കേരളം വിജയിച്ചത്. ദേവ പ്രണാബ് ക്യാപ്റ്റനും ആരവ് നായർ വൈസ് ക്യാപ്റ്റനുമായ കേരള ടീമിനെ പരിശീലിപ്പിച്ചത് NB സുരേഷ്, സുഭാഷ്, ശബരി, രാമപ്രസാദ് എന്നിവരാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി EAK ക്രിക്കറ്റ് ടൂർണമെന്റിന് ചുക്കാൻ പിടിക്കുന്ന സുജിത് അരവിന്ദിന്റെ അക്ഷീണ പരിശ്രമ ഫലമായാണ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ മണ്ണിൽ വനിതകളുടെയും കുട്ടികളുടെയും ക്രിക്കറ്റ് അരങ്ങേറിയത്. വേനലവധി തുടങ്ങുന്നതിന് മുൻപായി പരീക്ഷകൾക്കിടയിൽ നടന്ന പരിപാടിയായിട്ടുകൂടി പരമാവധി ക്രിക്കറ്റ് പ്രേമികളെയും കുടുംബങ്ങളെയും ഗ്രൗണ്ടിൽ എത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞു. വരും വർഷങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ടൂർണമെന്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് സുജിത് അറിയിച്ചു. 2 പതിറ്റാണ്ടുകളായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന എഡ്യൂക്കേറ്റ് എ കിഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ അധ്യയന വർഷം 228 വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിച്ചതായി ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീദേവി വാര്യർ അറിയിച്ചു. ഓം ഡയറക്ടർ രവി വെള്ളത്തേരി വോളണ്ടിയർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ട്രസ്റ്റിന്റെ മാതൃസംഘടനയായ ഓം പ്രസിഡന്റ് സുരേഷ് ഇഞ്ചൂർ, സെക്രട്ടറി രഘു അരങ്ങാശ്ശേരി, ഡയറക്ടർമാരായ ഗോവിന്ദൻ ഹരികുമാർ, ബിന്ദു സുനിൽ, ഷിനു കൃഷ്ണരാജ്, ശബരി, വിനോദ് ബാഹുലേയൻ, പ്രകാശ് സുരേന്ദ്രനാഥൻ, ബാബ പ്രണാബ് എന്നിവർക്ക് പുറമെ കാലിഫോർണിയ മലയാളികൾക്കിടയിൽ പ്രമുഖ സാന്നിധ്യമായ ബാലൻ പണിക്കർ, ശ്രീലാൽ പുരുഷോത്തമൻ, തങ്കമണി ഹരികുമാർ, ഫോട്ടോഗ്രാഫർ ശ്രീകുമാർ, സഞ്ജയ് ഇളയത്ത് തുടങ്ങി നിരവധി പേർ പരിപാടിയുടെ വിജയത്തിനായി പരിശ്രമിച്ചു.
ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക കാണിച്ച് മംഗ ഫെസ്റ്റിവൽ 2025 സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ചരിത്ര നേട്ടം കൈവരിച്ചു. മംഗ വിമൻസ് ക്ലബ്, യൂത്ത് ക്ലബ്, സീനിയേഴ്സ് ഗോൾഡൻ ക്ലബ് എന്നീ മംഗയോടുള്ള ചേർന്നുള്ള എല്ലാ ക്ലബ്ബുകളും മംഗ പ്രസിഡന്റ് സുനിൽ വർഗീസിന്റെ നേതൃത്വത്തിൽ ഒരൊറ്റക്കെട്ടായി അണിനിരന്ന് ഒരു മുഴുവൻ ദിവസം നീണ്ടുനിന്ന നിറപ്പകിട്ടാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങിൽ എത്തിച്ചു. ഇക്കഴിഞ്ഞ മെയ് 10-ാം തീയതി മിൽപിറ്റ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്ററിലായിരുന്നു മംഗ ഫെസ്റ്റിവൽ 2025 അരങ്ങേറിയത്. വിനോദവും വിജ്ഞാനവും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നൃത്ത വിസ്മയങ്ങളും പാരമ്പര്യ വേഷവിധാനങ്ങളും നാടൻ ഭക്ഷണ വിഭവങ്ങളും നിറഞ്ഞ ഒരു ഉത്സവ ഭൂമിക തന്നെയായി മാറി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സെന്റർ. മികവുറ്റ നർത്തകരെ കണ്ടെത്തുവാൻ മംഗ ഒരുക്കിയ ഈ നൃത്ത മത്സരത്തിൽ ക്ലാസിക്കൽ, സിനിമാറ്റിക് വിഭാഗങ്ങളിലായി 50ഓളം ടീമുകൾ പങ്കെടുത്തു. മംഗയുടെ വൈസ് പ്രസിഡന്റ് പത്മപ്രിയ പാലോട്ട്, ബോർഡ് മെമ്പേഴ്സായ സ്മിത രാമചന്ദ്രൻ, ജിതേഷ് ചന്ദ്രൻ, ലിജ ഷോം എന്നിവർ ചേർന്നാണ് അതിമനോഹരമായ നൃത്ത മത്സരം സമയനിഷ്ഠയോടെ കോർഡിനേറ്റ് ചെയ്തത്. വനിതാ സംരംഭകർക്ക് വിവിധ മേഖലകളിലുള്ള അവരുടെ നൈപുണ്യം പ്രദർശിപ്പിക്കാൻ മംഗ വിമൻസ് ക്ലബ് അവസരമൊരുക്കി. മംഗ ബോർഡ് മെമ്പേഴ്സായ ജാസ്മിൻ പരോൾ, കവിത പ്രമോദ്, ലിസി ജോൺ എന്നിവരാണ് ഈ സമ്മേളനം മുൻകൈയെടുത്ത് നടത്തിയത്. മംഗയുടെ ആദ്യകാല പ്രസിഡന്റ് ആയിരുന്ന ഷാൻ ദാസിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പത്മ ഷാൻ ദാസിന് മരണാനന്തര ബഹുമതി നൽകി ആദരിച്ചു. സിജോ പാറപ്പിള്ളി, റെനി പൗലോസ്, ലിസി ജോൺ, പ്രേമ തെക്കേക്കൽ, സുന്ദർ റാം, ജോൺ ചാണ്ടി എന്നിവർ ചേർന്നാണ് ഏറെ വ്യത്യസ്തമായ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തത്. എഴുത്തുകാരനും നടനും സിനിമാ നിർമ്മാതാവുമായ തമ്പി ആന്റണി രചിച്ച് ജോൺ പുലിക്കോട്ടിൽ സംവിധാനം ചെയ്ത എന്റെ മേരിക്കുട്ടി ഇത് അമേരിക്കയാ എന്ന നാടകം സദസ്സിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. മനോജ് തോമസ് നയിച്ച ഏറെ വിജ്ഞാനപ്രദമായിരുന്ന കോളേജ് അഡ്മിഷൻ പാനൽ ചർച്ചാവേദിയിൽ മാതാപിതാക്കളും വിദ്യാർത്ഥികളും അടുത്തയിടെ ബിരുദം നേടിയ യുവജനങ്ങളും പങ്കെടുത്തു. ക്യാമിൽ എന്ന മംഗ യൂത്ത് ക്ലബ്ബാണ് ഈ ചർച്ചാവേദി സംഘടിപ്പിച്ചത്. ഹരികൃഷ്ണൻ പുതുശ്ശേരി നയിച്ച രജിസ്ട്രേഷൻ കമ്മിറ്റി, ജോൺ പോൾ വർക്കി, പ്രിൻസ് നെച്ചിക്കാട്ട്, ഷൈൻ നായർ, ജോബി പൗലോസ് എന്നിവരാണ് ലോജിസ്റ്റിക് കമ്മിറ്റി നയിച്ചത്. യാതൊരു തടസ്സവും കൂടാതെ സമാന്തരമായി ഒരേ സമയം പല പരിപാടികൾ വിവിധ സ്റ്റേജുകളിൽ സമയനിഷ്ഠയോടെ ഈ കമ്മിറ്റി അതിവിദഗ്ധമായി ക്രമീകരിച്ചു. പ്രശസ്ത സിനിമാ താരം ശ്വേത മേനോനും സംഘവും നയിച്ച സിനി സ്റ്റാർ ഷോയോട് കൂടിയാണ് മംഗ ഫെസ്റ്റിവലിന് തിരശീല വീണത്. ഈ സിനി സ്റ്റാർ ഷോ കോർഡിനേറ്റ് ചെയ്തത് ട്രഷറർ മേരി ദാസൻ ജോസഫ്, ജോയിന്റ് സെക്രട്ടറി ജോൺസൺ ജോൺ എന്നിവർ ചേർന്നാണ്. ഏകദേശം 2000ഓളം പേർ പങ്കെടുത്ത ഈ ഫെസ്റ്റിവൽ മംഗയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. ICECH ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. സെന്റ് മേരീസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് ജേതാക്കൾ. കഴിഞ്ഞ 12 വർഷമായി നടത്തിവരുന്ന ഇന്ത്യൻ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ഹ്യൂസ്റ്റൺ ICECH ക്രിക്കറ്റ് ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. ഹ്യൂസ്റ്റണിലെ വിവിധ ഇടവകകളിലെ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിൽ 6-ന് ആരംഭിച്ച ടൂർണമെന്റ് മെയ് 17-ന് സമാപിച്ചു. സെമി ഫൈനലിൽ സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ചിനെ പരാജയപ്പെടുത്തി സെന്റ് മേരീസ് പെയർലാൻഡും സെന്റ് മേരീസ് മലങ്കര ചർച്ചിനെ പരാജയപ്പെടുത്തി സെന്റ് ജെയിംസ് ജ്ഞാനായ ചർച്ചും ഫൈനലിൽ പ്രവേശിച്ചു. മെയ് 17-ന് സ്റ്റഫോർഡ് സിറ്റി പാർക്കിൽ നടന്ന ഫൈനലിൽ സെന്റ് ജെയിംസ് ജ്ഞാനായ ചർച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. 20 ഓവർ മത്സരത്തിൽ 10 ഓവറിൽ 47 റൺസിന് 7 വിക്കറ്റ് നഷ്ടപ്പെട്ട സെന്റ് ജെയിംസിന്റെ പ്രതിരോധത്തിൽ 20 ഓവറിൽ 87 റൺസിന് പുറത്താക്കാൻ സെന്റ് മേരീസ് പിയർലാൻഡിന് കഴിഞ്ഞു. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ സെന്റ് മേരീസ് പിയർലാൻഡിന് തുടക്കത്തിൽ 3 വിക്കറ്റ് നഷ്ടമായി. പിന്നീട് പ്രതിരോധത്തിലൂടെ സെന്റ് മേരീസ് പിയർലാൻഡ് അധികം വിക്കറ്റ് നഷ്ടമാകാതെ ലക്ഷ്യം കണ്ടു. ടൂർണമെന്റിൽ ഉടനീളം മികച്ച ഫോം നിലനിർത്തിയ സെന്റ് മേരീസ് പെയർലാൻഡ് ഫൈനലിലും അവരുടെ മികവ് പുലർത്തി. ഫൈനൽ മത്സരം കാണാൻ ഗ്രൗണ്ടിൽ 100 കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ പങ്കെടുത്തു. മത്സരത്തിലുടനീളം ടീമുകൾക്ക് വേണ്ടി ചെണ്ടമേളം നടത്തിയത് മത്സരത്തിന് കൂടുതൽ ആസ്വാദനമായി. വിജയികൾക്ക് സ്റ്റഫോർഡ് സിറ്റി മേയർ കെൻ മാത്യു, KK മാത്യു മെമ്മോറിയൽ ട്രോഫിയും റണ്ണേഴ്സ് അപ്പിന് ബിജു ചാലക്കൽ ട്രോഫിയും ജോർജ് ജോസഫ് നൽകിയ ട്രോഫികൾ മികച്ച കളിക്കാർക്കും വിതരണം ചെയ്തു. ഈ വർഷത്തെ ടൂർണമെന്റ് മാസ് മ്യൂച്വൽ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ, അബാഗസ് ട്രാവൽസ്, ആൻസ് ഗ്രോസേഴ്സ്, റിയാലിറ്റി അസോസിയേറ്റ്സ്, ഷുഗർലാൻഡ് എന്നിവർ സ്പോൺസർ ചെയ്തു. മാൻ ഓഫ് ദി മാച്ചായി ജോബി ജോസഫ്, ബെസ്റ്റ് ബൗളർ ഓഫ് ദി ടൂർണമെന്റും മാൻ ഓഫ് ദി സീരീസുമായി അബിൻ പുന്നൂസും, ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഓഫ് ടൂർണമെന്റ് കെവിൻ ജോൺ, ബെസ്റ്റ് ഫീൽഡർ സെർനി തോമസ് എന്നിവരെ സെലക്ട് ചെയ്തു. ICECH പ്രസിഡന്റ് റെവറന്റ് ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ, റെവറന്റ് ഫാദർ ജക്കു സക്കറിയ, റെവറന്റ് ജീവൻ ജോൺ, ബിജു ചാലക്കൽ,
അനിൽ വർഗീസ്, ജസ്റ്റിൻ തോമസ്, റെജി കോട്ടയം, വിനോദ് നായർ, നൈനാൽ വീട്ടിനാൽ, ജിനോ ജേക്കബ്, എബി തോമസ്, ICACH സെക്രട്ടറി ഷാജൻ ജോർജ്, ട്രഷറർ രാജൻ അങ്ങാടിയിൽ, PRO ജോൺസൺ ഉമ്മൻ, ഫാൻസുമോൾ പള്ളത്തുമടം എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ടൂർണമെന്റിന് നേതൃത്വം നൽകി. അമേരിക്കൻ ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ പരിശീലകനും 73 വയസ്സുകാരനുമായ ബിൽ ബെലിച്ചിക്കും അദ്ദേഹത്തിന്റെ 24 വയസ്സുകാരി കാമുകി ജോർദാൻ ഹഡ്സണും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വാർത്ത അമേരിക്കയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രായ വ്യത്യാസത്തെ ചൊല്ലിയുള്ള ചർച്ചകൾക്കിടയിലും ഇവരുടെ ബന്ധം വലിയ ശ്രദ്ധ നേടുകയാണ്. ബിൽ ബെലിച്ചിക്കും ജോർദാൻ ഹഡ്സണും തമ്മിലുള്ള പ്രണയബന്ധം 2022 മുതലാണ് ആരംഭിച്ചത്. ഒരു വിമാനയാത്രയിൽ കണ്ടുമുട്ടിയ ഇരുവരും തത്വചിന്തകളെ കുറിച്ചുള്ള സംഭാഷണങ്ങളിലൂടെ അടുത്തു. പിന്നീട് സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു. മുൻ ചിയർ ലീഡറും സൗന്ദര്യ മത്സര ജേതാവുമായ ഹഡ്സണെ ബെലിച്ചിക്കിനൊപ്പം ഫുട്ബോൾ കളികളിലും മറ്റ് പൊതുപരിപാടികളിലും സ്ഥിരമായി കാണാറുണ്ട്. ഇത് പലപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ജോർദാൻ ഹഡ്സൺ ഒരു വിവാഹ മോതിരം ധരിച്ച് പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും താൻ ബെലിച്ചിക്കുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്ന് ചുരുങ്ങിയത് ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നതുമാണ് ഈ വിവാഹ നിശ്ചയം വാർത്തയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. അടുത്തിടെ ന്യൂയോർക്കിലെ ഒരു മ്യൂസിയം വിരുന്നിലും റാലെ ഡർഹാം എയർപോർട്ടിലും ഹഡ്സൺ മോതിരം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു. ബെലിച്ചിക്കിന്റെ പുതിയ പരിശീലക റോളായ നോർത്ത് കരോലിനയിലെ ഹെഡ് കോച്ച് സ്ഥാനവുമായി ബന്ധപ്പെട്ടും ഹഡ്സൺ സജീവമായി ഇടപെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ 49 വയസ്സിന്റെ പ്രായ വ്യത്യാസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് യഥാർത്ഥ പ്രണയമാണോ അതോ മറ്റ് കാരണങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം ബെലിച്ചിക്കോ ഹഡ്സണോ ഔദ്യോഗികമായി ഈ വിവാഹ നിശ്ചയ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഇലക്ട്രിക് വെഹിക്കിളുകൾ ചാർജ് ചെയ്യുന്ന സ്റ്റേഷനുകളിൽ വില പെട്ടെന്ന് മാറിമറിയും. വളരെ പെട്ടെന്ന് EV ഡ്രൈവർമാർ ഇതിനനുസരിച്ച് ചാർജിംഗ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരും. US-ലുള്ള 10,700 ചാർജിംഗ് സ്റ്റേഷനുകൾ ഈ അടുത്ത കാലത്താണ് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ചാർജുകൾ മണിക്കൂറുകളുടെ ഇടവേളകളിൽ മാറ്റാൻ ആരംഭിച്ചത്. ഇതിന് പല മാനദണ്ഡങ്ങളാണ് ആശ്രയിക്കുന്നത്. പ്രധാനമായും സപ്ലൈ, ഡിമാൻഡ്, കാലാവസ്ഥ, പ്രത്യേക ആഘോഷങ്ങൾ, ഒഴിവുദിന യാത്രകൾ എന്നിവയാണ് ഈ ഘടകങ്ങൾ. ചാർജിംഗ് കമ്പനികൾ ഗ്യാസ് സ്റ്റേഷനുകൾ ദശകങ്ങളായി തുടർന്നു വരുന്ന ഘടകങ്ങൾ സ്വീകരിക്കുന്നതിനൊപ്പം മുകളിൽ പറഞ്ഞ ഘടകങ്ങളും ആശ്രയിക്കാറുണ്ട്. ഇതുമൂലം ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നു. മാറ്റം വരുന്ന വിലക്കനുസരിച്ച് ഡ്രൈവർമാർക്ക് എപ്പോൾ ഇന്ധനം നിറയ്ക്കണം എന്ന് തീരുമാനിക്കാം. ഊബർ, ലിഫ്റ്റ് എന്നീ കമ്പനികളുടെ ഡ്രൈവർമാർ ഈ പതിവ് തുടർന്ന് പണം ലഭിക്കാറുണ്ട്. എങ്കിലും പൊതുസ്ഥലത്തെ ചാർജിംഗ് ഇലക്ട്രിക് വെഹിക്കിളിലേക്കുള്ള മാറ്റം കൂടുതൽ സങ്കീർണമാകുന്നു. കാർഡോവ, കാലിഫോർണിയയിൽ EV ഗോയിൽ ചാർജ് ചെയ്യാൻ എത്തുന്ന ഒരാൾ അർദ്ധരാത്രിക്കും രാവിലെ 6 മണിക്കും ഇടയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ഇന്ധനം നിറയ്ക്കുവാൻ $35 നൽകേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ $48 നൽകേണ്ടി വരും. ഇത് ഏതാണ്ട് 38% കൂടുതലാണ്. മിക്കവാറും EV സ്റ്റേഷനുകൾ ഇന്ധന വിലയിൽ കൃത്രിമത്വം കാണിക്കാറില്ല. EV ഗോയാണ് US-ലും പല നോർത്ത് ടെക്സസിലും ഉള്ള ഏതാണ്ട് 1100 ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഉടമകൾ. അവരുടെ നെറ്റ്വർക്കുകളിൽ അൽഗോരിതം തുടർച്ചയായി വില മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സമീപകാല വരുമാന റിപ്പോർട്ടിൽ കമ്പനി പറഞ്ഞത് അവരുടെ ഡൈനാമിക് നിരക്കുകൾ മൂലം രാത്രികളിലെ സ്റ്റേഷനുകളിലെ ഇന്ധനം നിറയ്ക്കൽ 2 അക്ക നേട്ടത്തിലേക്ക് എത്തി എന്നാണ്. അത് കാരണം തങ്ങളുടെ കേബിളുകൾ പീക്ക് മണിക്കൂറുകളിൽ ഓവർ ബർഡൻസ് ആകുന്നില്ല. CEO ബാദർ ഖാൻ വിശദീകരിച്ചത്, ഞങ്ങൾ പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിച്ചതായി പറയുന്നില്ല. ഈയിടെ കാലിഫോർണിയ സംസ്ഥാനം നടത്തിയ വിവരശേഖരണത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകളിൽ സാധാരണയായി വില വിവരങ്ങൾ പ്രദർശിപ്പിക്കാറില്ല. പകുതിയോളം EV ഡ്രൈവർമാർ ഈ വിവരം കണ്ടെത്തുക വിഷമകരമാണെന്ന് പറഞ്ഞു. അവർ മനസ്സിലാക്കിയതിനേക്കാൾ ഉയർന്ന വില ചാർജിങ്ങിന് നൽകേണ്ടി വന്ന അനുഭവം 40% പേർ വിവരിച്ചു. പ്രവാസി ചാനൽ eMalayali.com അറൗണ്ട് ദ വേൾഡിൽ ഒരിടവേള. We will be right back after a short break. Welcome back to Around the World. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്വകാര്യ തൊഴിലുടമയായ വോൾമാർട്ട് അവരുടെ 1.6 മില്യൺ ജീവനക്കാരിൽ 1500 പേരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് പകരം ഇന്ത്യക്കാരെ H-1B വിസയിൽ കൊണ്ടുവരാനാണെന്ന് മാഗ വിമർശകർ ആരോപിച്ചു.
വാൾമാർട്ട് സിടിഒയായ ഇന്ത്യൻ വംശജൻ സുരേഷ് കുമാറാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് ആരോപിക്കാനും വിമർശകർ മടിച്ചില്ല. ലോകമൊട്ടാകെ 2.1 മില്യൺ ആളുകൾക്ക് ജോലി നൽകിയിട്ടുള്ള വാൾമാർട്ട് പിരിച്ചുവിടുന്നതിൽ ഏതാനും പേർ സാങ്കേതിക വകുപ്പിൽപ്പെട്ടവരാണ്. അവിടെ മാത്രമാണ് H1B വിസയിൽ നിയമനം നടത്താൻ കഴിയൂ. സുരേഷ് കുമാറിനെതിരായ ആരോപണത്തിനാവട്ടെ തെളിവുമില്ല. വാൾമാർട്ട് പരസ്യ വിഭാഗത്തിലും ഇ കൊമേഴ്സിലും പിരിച്ചുവിടുന്ന 1500 പേരിൽ പെട്ടവരുണ്ട്. ആ വകുപ്പുകളിൽ H1B വിസ ഉപയോഗിക്കാനാവില്ല. അർക്കൻസോയിലെ ബെന്റൺവില്ലിലുള്ള ആസ്ഥാനത്ത് നിന്ന് കോർപ്പറേറ്റ് സ്റ്റാഫിനെ പിരിച്ചുവിടുന്നതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരും H1B വിസയിലല്ല. സാങ്കേതിക മികവ് വേണ്ട ജോലികൾക്ക് ഇന്ത്യക്കാർ കൂടുതലായി വരുന്നത് ആ മികവുള്ളതുകൊണ്ട് കൂടിയാണ്. 2022 3,20,000 H1B വിസകൾ നൽകിയപ്പോൾ 77% ഇന്ത്യക്കാർക്കാണ് ജോലി ലഭിച്ചത്. 2023 3,86,000 വിസകളിൽ 72.3% ഇന്ത്യൻ വംശജർ ആയിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പക്ഷേ ആരോപണം നിറഞ്ഞു നിൽക്കുകയാണ്. ചിലർ സുരേഷ് കുമാറിന്റെ പടവും ഉപയോഗിച്ചു. വാൾമാർട്ടിന്റെ IT ജീവനക്കാർ 40% ഇന്ത്യക്കാരാണെന്നും ആരോപണം ഉന്നയിച്ചവർ ചൂണ്ടിക്കാട്ടി. ചൈനയിൽ നിന്ന് 60% ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന വാൾമാർട്ട് പ്രസിഡന്റ് ട്രംപ് ചൈനയുടെ മേൽ ചുമത്തിയ തീരുവ ഉൽപ്പന്ന വിലയിൽ ചേർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ട്രംപിനെ ശുഭിതനാക്കിയിരുന്നു. തീരുവ ഉണ്ടെങ്കിൽ അത് ആ സ്ഥാപനം തന്നെ വഹിക്കണം എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. നിഷ്കളങ്കതയുടെ മുഖമുദ്രയായി ഇന്നസെന്റ് ടൈറ്റിൽ ലോഞ്ച് കൊച്ചിയിൽ നടന്നു. മലയാളിയുടെ മനസ്സിൽ നിഷ്കളങ്കമായ ചിരിയും ചിന്തയും നൽകി അവരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നടനാണ് ഇന്നസെന്റ്. ഒരു പുതിയ മലയാള ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ഈ നാമധേയം നൽകിയത് ഏറെ കൗതുകമായ ചില നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു. നവാഗതനായ സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിനാണ് ഇന്നസെന്റ് എന്ന പേര് നൽകിയിരിക്കുന്നത്. യുവാക്കളുടെ ഇടയിൽ ഏറെ അംഗീകാരം നേടിയ അൽതാഫ് സലീം, ജോമോൻ ജ്യോതി, അനാർക്കലി മരക്കാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിക്കൊണ്ടാണ് മെയ് 26 തിങ്കളാഴ്ച ടൈറ്റിൽ ലോഞ്ച് കൊച്ചി ലുലു മോളിൽ നടന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരാധകരുള്ള ടാൻസാനിയക്കാരൻ കിലാപോളിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് ഏറെ കൗതുകമായിരുന്നു. ഈ ചിത്രത്തിൽ കിലാപോൾ മുഖ്യമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഉണ്ണി എന്നാണ് കിലാപോളിനെ ഇന്നസെന്റ് എന്ന ചിത്രത്തിൽ അണിയറക്കാർ വിളിക്കുന്നത്. ഈ ചിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റിൽ കൗതുകമുള്ള ഒരു കഥാപാത്രത്തിന്റെ ആവശ്യകത വന്നപ്പോൾ അതിന്റെ ആലോചന ചെന്നെത്തിയത് കിലാപോളിലാണ്. അതിനായി ടാൻസാനിയയിൽ നിന്ന് അദ്ദേഹത്തെ വരുത്തിയാണ് ചിത്രീകരണം നടത്തിയതെന്ന് ടൈറ്റിൽ ലോഞ്ച് വേളയിൽ സംവിധായകൻ സതീഷ് തൻവി വ്യക്തമാക്കി. ചിത്രത്തിന്റെ അഭിനേതാക്കളുടെയും അണിയർ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രശസ്ത സംവിധായകൻ മഹേഷ് നാരായണൻ ഇന്നസെന്റ് എന്ന ടൈറ്റിൽ പ്രകാശനം ചെയ്തു. എലമെന്റ്സ് ഓഫ് സിനിമ എന്ന ബാനർ പ്രകാശനം നിർവഹിച്ചത് പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. എലമെന്റ്സ് ഓഫ് സിനിമയുടെ ബാനറിൽ M ശ്രീരാജ് AKD ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അജയ് വാസുദേവ്, G മാർത്താണ്ഡൻ, ഡിക്സൺ പൊടുത്താസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. പ്രശസ്ത നിർമ്മാതാവ് സെഞ്ചുറി കൊച്ചുമോൻ, താരങ്ങളായ അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അന്ന പ്രസാദ് ജോളി ചിറയത്ത്, സംഗീത സംവിധായകൻ ജെയ് സ്റ്റെല്ലർ, സംവിധായകൻ അജയ് വാസുദേവ്, ഡിക്സൺ പൊടുത്താസ്, മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു. അസീസ് നെടുമങ്ങാട്, ആദിനാട് ശശി തുടങ്ങിയവരും ഏതാനും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബ്, സജി വിജയൻ, സംവിധായകൻ സതീഷ് തൻവി എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ചിരിക്കുന്നു. ഛായാഗ്രഹണം നിഖിൽ S പ്രവീൺ, എഡിറ്റിംഗ് റിയാസ്, കലാസംവിധാനം മധു രാഘവൻ, മേക്കപ്പ് സുധി ഗോപിനാഥ്. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ചിത്രം സെഞ്ചുറി ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്നു. സംഗീത ഹാസ്യ വിസ്മയം തീർത്ത് ഹൈ5 എന്റർടൈൻമെന്റ് ഷോ ഹ്യൂസ്റ്റണിൽ ശ്രദ്ധേയമായി. മലയാളികളുടെ ജനപ്രിയ പാട്ടുകാരൻ MG ശ്രീകുമാർ, സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസി, നടനും ഹാസ്യത്തിന്റെ സ്റ്റേജ് സാന്നിധ്യവുമായ രമേശ് പിഷാരടി എന്നിവർ ഒന്നിച്ച സംഗീത ഹാസ്യ സന്ധ്യ ഹ്യൂസ്റ്റൺ മലയാളികളെ ആവേശത്തിലാഴ്ത്തി. നോർത്ത് അമേരിക്കൻ പര്യടനത്തിലൂടെ ശ്രദ്ധേയമായ വിൻസർ എന്റർടൈൻമെന്റ് ഷോ ഹൈ5 2025 ഹ്യൂസ്റ്റൺ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പേൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ ധനശേഖരണാർത്ഥം മെയ് 11 ഞായറാഴ്ച മിസേറി സിറ്റിയിലെ സെന്റ് ജോസഫ് ഹാളിലാണ് നടന്നത്. ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഈ പരിപാടി സ്റ്റഫോർഡ് മേയർ കെൻ മാത്യു ഉദ്ഘാടനം ചെയ്തു.
ഫോർട്ട് ബെൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് സുരേന്ദ്രൻ പട്ടേൽ സന്നിഹിതനായിരുന്നു. വിവിധ ഇടവകകളിൽ നിന്നും വൈദികരും ഒപ്പം കലാസ്നേഹികളായ 1000-ൽ പരം ഹ്യൂസ്റ്റൺ നിവാസികളും സംഗീത ഹാസ്യ നിശയ്ക്ക് ആവേശപൂർവ്വം സാക്ഷ്യം വഹിച്ചു. MG ശ്രീകുമാർ, സ്റ്റീഫൻ ദേവസി, രമേശ് പിഷാരടി എന്നിവരുൾപ്പെടെ 11 അംഗ സംഘത്തെ നയിക്കുന്നത് വിൻസർ എന്റർടൈൻമെന്റ് സാരഥിയും മലയാളികൾക്ക് സുപരിചിതനുമായ രഞ്ജു രാജാണ്. ഹ്യൂസ്റ്റണിലെ മലയാളി സാമ്പത്തിക സംരംഭകൻ ഒനീൽ കുറുപ്പ്, ഇവന്റ് സ്പോൺസർ സുനിൽ കോര, തോമസ് മാത്യു തുടങ്ങിയവരും ഈ പരിപാടി അവിസ്മരണീയമാക്കുവാൻ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ചു. ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ്, ജനറൽ കൺവീനർ റിജോ ജേക്കബിന്റെ നേതൃത്വത്തിൽ ഷിജിൻ തോമസ്, ബിജു തങ്കച്ചൻ എന്നിവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം 100-ൽ പരം വോളണ്ടിയേഴ്സ്, MMVS മെൻസ് ഫെലോഷിപ്പ്, OCYM, MGOC-SM, സൺഡേ സ്കൂൾ എന്നീ പോഷക സംഘടനകളും പരിപാടിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചു. MGOC-SM സൺഡേ സ്കൂൾ കുട്ടികളുടെ നൃത്യങ്ങൾ വർണ്ണാഭമായിരുന്നു. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. ഞാൻ ശില്പ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.